ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് എങ്ങനെ തയ്യാറാക്കാന്നാണ്. അപ്പൊ നമുക്ക് മുട്ടക്കറിയുടെ കൂടെയും കടലക്കറിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ഗോതമ്പ് പുട്ട്. അപ്പൊ നമുക്ക് എളുപ്പം തന്നെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെറു തീയിലിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു ടിപ്പാട്ടോ. അപ്പം നിർബന്ധമായിട്ട് ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം നമുക്ക് തണുപ്പിച്ചെടുക്കാം. നമ്മുടെ പുട്ടിന്റെ പൊടി ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ വെള്ളവും തളിച്ചു കൊടുത്ത്, ഒരിക്കലും ഫുള്ളായിട്ട് വെള്ളം ഒഴിക്കരുത്. നമുക്ക് കുറേശ്ശെ വെള്ളം തളിച്ചു കൊടുത്ത് ജസ്റ്റ് ഇതൊന്ന് നമുക്കൊന്ന് നനച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ പുട്ടിന്റെ പൊടിയൊക്കെ ഞാനൊന്ന് നനച്ച് പരുവത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഈ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ചെറിയ കട്ടകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് ഈ ഒരു പരുവത്തിന് അടിച്ചു കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പുട്ടുപൊടി നിറച്ചതിന് ശേഷം നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഇപ്പൊ നമ്മുടെ പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഗോതമ്പ് പുട്ടാട്ടോ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമന്റ്സ് ഫീഡ്ബാക്ക് വഴി അറിയിക്കാൻ മറക്കല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.